അങ്ങനെ ആ കുറച്ചും കൂടെ ഉള്ളു. അപ്പം പിന്നെ പോകുന്നത് ആരണ്യകണ്ഡത്തിലോട്ടാണ്. ആരണ്യകണ്ഡം എന്ന് പറയുമ്പം ഏത് വനമാണ്? വനത്തിന്റെ പേരെന്താണ്? ദണ്ഡക വനമാണ്. അപ്പം അത്രി മഹർഷിയുടെ അനുഗ്രഹവും അത്രി മഹർഷിയുടെ പത്നിയുടെ പേരെന്തായിരുന്നു? അത്രി മഹർഷിയുടെ പേര്, വൈഫിന്റെ പേര് ഞാൻ പറഞ്ഞിരുന്നോ? ഭാര്യയുടെ ഇല്ലല്ലോ, പറഞ്ഞിരുന്നു. അനസൂയ. അത്രി മഹർഷിയുടെ ആശ്രമത്തിലാണ് കയറിച്ചത്. അത്രി മഹർഷിയുടെ പത്നിയുടെ പേരാണ് അനസൂയ. അനസൂയ സീതാദേവിക്ക് പിന്നെ വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുകയും ആതിഥ്യം മര്യാദകളെല്ലാം കൊടുത്ത് ആനയിച്ച് കുശലപ്രശ്നങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ച് പിന്നെ വസ്ത്രമെല്ലാം ധരിക്കാൻ കൊടുത്ത് അങ്ങനെ അവിടുന്ന് പിന്നീടാണ് ആരണ്യവനത്തിലോട്ട് പോവുകയാണ്. കൊടും വനത്തിലേക്കാണ് പിന്നീടുള്ള യാത്രകളെല്ലാം നമുക്ക് വായിക്കാം. അപ്പം ഇത്രയും ഭാഗങ്ങൾ കഴിയുമ്പം രാമായണത്തിന്റെ 2 കാണ്ഡം നമ്മൾ കവർ ചെയ്യാണ്. ഏതൊക്കെയായിരുന്നു ആ 2 കാണ്ഡം? അയോധ്യാകാന്ഡം, അതിനു മുമ്പുള്ളത് ബാലകാന്ഡം. അപ്പം ബാലകാന്ഡവും അയോധ്യാകാന്ഡവും വിജയകരമായി നമ്മൾ പൂർത്തിയാക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാനിതം തം സജീവം സാധുയിതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്യതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഹരേ കൃഷ്ണ. പറയാൻ വേണ്ടിട്ട് ഇരുന്നതാണ്. ആ ഭഗവാൻ ധ്യാന ശ്ലോകം ചൊല്ലി കഴിയാൻ വേണ്ടിട്ട് ഇരിക്കുകയായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമാജം മറന്നുപോയോ ഒന്ന്? ഹരേ കൃഷ്ണ പറയണ്ട എന്റെ പ്രഭു, എന്ത് പറ്റിയെന്ന് അറിയില്ല. ഞാൻ വിചാരിക്കേണ്ട കുറെ. ഹരേ കൃഷ്ണ. പറഞ്ഞു വന്നത് നമ്മള് അത്രി മഹർഷിയെ കാണുകയാണ്. അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയെ, പതിവ്രതയായ പതിവ്രതാരത്നം, അതും സീതാദേവിയെ പോലെ പതിവ്രതാരത്നമാണ് അനസൂയ. അനസൂയ സീതാദേവിയെ ആതിഥ്യ മര്യാദയോടെ സ്വാഗതം ചെയ്യുകയും പിന്നെ പഴങ്ങളും ഒക്കെ കഴിക്കാൻ കൊടുക്കുകയും വസ്ത്രങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട്, അപ്പൊ നമ്മള് സംഭവ ബഹുലമായ അയോധ്യാകാന്ഡം നമ്മൾ കഴിയുകയാണ് ഇന്ന്. എന്നിട്ട് അടുത്ത കാണ്ഡത്തിലേക്ക്, ആരണ്യകാന്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. നമ്മൾ അധ്യാത്മ രാമായണം എഴുത്തച്ഛന്റെ ആ ഇൻട്രഡക്ഷൻ നമ്മൾ ഇന്ന് വായിക്കും. അപ്പം നമുക്കിന്ന് വായന തുടരാം. അപ്പൊ നമ്മുടെ ഭരതൻ ഇവിടെ ശ്രീരാമസ്വാമി അന്വേഷിച്ചു പോകുമ്പോ നമ്മുടെ അനസൂയ അത്രി മഹർഷിയെ കാണുന്നല്ലേ? അതല്ലേ പറഞ്ഞേ? അല്ല, അത്രി മഹർഷിയുടെ ഭാര്യയാണ് അനസൂയ. അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ, മഹർഷിയുടെ വനത്തിൽ വെച്ചിട്ടാണ് കാണുന്നത്. ഭരതൻ കാണാൻ വരുമ്പം ഭരതൻ തിരിച്ചു വിളിക്കാൻ വരുന്നതല്ലേ? നമ്മളത് വായിച്ചു. തിരിച്ചു വിളിക്കാൻ വരുമ്പം വരുന്നില്ല. അങ്ങ് അവസാനം ആ പാദങ്ങളെങ്കിലും, പിന്നെ എന്താ പറയുന്നത്, മതിയടികളെങ്കിലും എനിക്ക് തരാൻ പറയും.
അപ്പൊ അങ്ങനെ ആ മെതിയടി കൊണ്ടുപോയി. അപ്പൊ എന്തുകൊണ്ട് മെതിയടി? വേറൊന്നും ചോദിച്ചില്ല. പാദങ്ങൾ, ദണ്ഡ നമസ്കാരം, പാദങ്ങളിൽ നമസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ ദർശനം ആദ്യം ഭഗവാന്റെ പാദങ്ങളിലായിരിക്കണം. ആ പാദങ്ങളിൽ നിന്നാണ് മുകളിലോട്ട് വരേണ്ടത്. നമ്മുടെ ദർശനം ആ രീതിയിലായിരിക്കണം. അതുപോലെ കണ്ണടച്ച് നിന്ന് ധ്യാനിക്കരുത്. കണ്ണ് തുറന്നു തന്നെ. അതായത് ഒരു കോൺവെർസേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ആ കണ്ണ് അവിടെ ഉണ്ടാവണം. ഇല്ലേ? ശരിയല്ലേ? കണ്ണും കണ്ണും കഥകൾ കൈമാലെ എന്ന് പറയുന്നത് പോലെ അപ്പം കണ്ണുകൾക്കൊരു അർത്ഥമുണ്ട്. ആ കണ്ണുകള് ആ ഭഗവാന് തന്നെ അറിയാം. അത് അറിയണം. ആ കണ്ണുകളുടെ പ്രത്യേകത അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം ആ ഫോട്ടോ. തിരുവനന്തപുരം കൃഷ്ണ ബലരാം ക്ഷേത്രത്തിന്റെ ബലരാമനെ നോക്കണം. കൃഷ്ണന്റെ തോളില് ബലരാമൻ കൈയിട്ട് നിൽക്കുന്ന ഒരു നിപ്പുണ്ട്. ആ നിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര നിപ്പാണ്. കൃഷ്ണനെ കാണാൻ വരുമ്പം അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, നീ വരുന്നത് എന്തിനാന്ന് എനിക്കറിയാം എന്ന ഒരു നമ്മളെ ഇരുത്തി നോക്കുന്ന ഒരു നിപ്പാണ്. അല്ലേ സുശീംബ്രു? കൃഷ്ണൻ ഭയങ്കര ലൈവ്ലിയാണ് ഇപ്പം. അതെ അതെ. ഇപ്പോഴത്തെ ഡെക്കറേഷൻ ഇതൊക്കെ കണ്ടാലും കറങ്ങി പോകും. അപ്പം നമ്മള് ആ വിഗ്രഹത്തെ കാണുന്ന, അർച്ച വിഗ്രഹത്തെ കാണുന്നത് അതുപോലെ ആയിരിക്കണം. ഒരു ജീവസുറ്റ ഗുരുവായൂർ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് കൊടിമരം കാണുമ്പോഴേക്കും നമ്മള് കണ്ണടയ്ക്കും. ആലോചിക്കണം, ആകെ 2 മിനിറ്റ് ദർശനം കിട്ടത്തുള്ളൂ. അല്ലല്ല, ക്യൂല് നിന്ന ബഹളായിട്ട് ഒരു വിധം ഓരോരുത്തരെ പുറത്തുകൂടി ക്യൂ കയറി പോകും. എന്നിട്ടെന്താ ചെയ്യുന്നത്? ദർശനം കാണണം. കൃഷ്ണ ഗുരുവായൂരപ്പ കണ്ണടച്ചിട്ട് മതി പൊയ്ക്കോ. ഒരു ദർശനവും കിട്ടിയില്ല. ഭഗവാന് നമ്മുടെ ദർശനം കിട്ടി. നമ്മുടെ ദർശനം കിട്ടി. നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടിയില്ല. അതെ, കൊടിമരൊക്കെ കാണുമ്പോഴേക്കും കണ്ണടയ്ക്കാൻ തുടങ്ങും. അതിലാണ് ധ്യാനം നമുക്ക് വരുന്നതുള്ളൂന്നേ. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ ഭഗവാനെ കാണുമ്പോൾ ധ്യാനിച്ച് എന്താണെന്നറിയാമോ അങ്ങനെ വന്നത്? നമ്മുടെ ഒരു കൺസെപ്റ്റ് അവ്യക്തഗത രൂപത്തിലാണ് നമ്മൾ പഠിപ്പിച്ചു തുടങ്ങിയത്. ഈ അവ്യക്തഗത രൂപമാകുമ്പം കണ്ണടച്ചിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്ന ശ്രീകോവിലിനെ അല്ല പിന്നെ കാണുന്നത്. കണ്ണടച്ചിട്ട് നമ്മുടെ ഹൃദയത്തെ കൃഷ്ണ എന്ന് വിളിച്ചിട്ട്, ഗുരുവായൂരപ്പ എന്ന് വെച്ചിട്ട് ഹൃദയത്തിലോട്ടാ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ പോയിന്റ് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കണം, നമ്മൾ കണ്ണടച്ചിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയുമ്പോൾ ഹൃദയത്തിലൊക്കെയാണ്. അത് അവ്യക്തഗത ഭാവമാണ്. പിന്നെന്തിനാ ഗുരുവായൂരം? അവ്യക്തഗത ഭാവമാണെങ്കിൽ പിന്നെ ഗുരുവായൂരപ്പ തൊടേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് 12ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നത്, എന്നെ ഈ രൂപത്തിൽ, അർജുനന്റെ അടുത്ത് പറയുകയാണ്, കൃത്യമായിട്ട് പറയുകയാണ്, എന്നെ ഈ രൂപത്തിൽ തന്നെ കാണാം, ലഭിച്ച രൂപത്തിൽ തന്നെ കാണാം. അപ്പം ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ട് ജീവനോടെ. എത്രയോ ചരിത്രങ്ങളുണ്ട്. ആ ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പം കണ്ണ് തുറന്നു തന്നെ ആ ഗുരുവായൂരപ്പനെ കണ്ട് ആ രൂപം, ആ സൗന്ദര്യം നമ്മൾ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കണം. ശരിക്കും പറഞ്ഞപ്പോ അറിയണ കാര്യം, ഗുരുവായൂർ പോയി തൊഴുമ്പോ ഒരു ടെൻഷൻ എന്താണെന്നറിയോ? എവിടെയൊക്കെ നമ്മള് നിശബ്ദം പാലിച്ചാൽ ആ കയറണ എൻട്രൻസിന്റെ അടുത്തൊരു അപ്പൊ അവിടെ ചെല്ലുമ്പോ നമ്മൾ കാണേണ്ടത് ഭഗവാൻ എന്താ ആഭരണങ്ങൾ ഇട്ടിരിക്കുന്നത്, എന്താണ്, എങ്ങനെയാണ് ചാർത്തിയിരിക്കുന്നത്, എത്ര മാല ഇട്ടിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കണം. യൂറോപ്യൻസിനെ കണ്ടുപിടിക്കണം. അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവര് ഈ ടെലസ്കോപ്പ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. കാര്യം ദൂരെ നിന്ന് പോകുമ്പം അത്രയും കാണത്തില്ല. അപ്പം എൻലാർജ് ചെയ്ത് കണ്ട് അവര് കുളിർമയോടെ കണ്ട് ആസ്വദിച്ചിട്ടാണ് അവര് പോകുന്നത്. നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ വരണം. ഒരു നാണക്കേടും നോക്കാൻ പാടില്ല. കാര്യം ഭഗവാനെ കാണാൻ പോകുന്നത് എല്ലാം ഇതൊന്നും നമ്മള് ശ്രദ്ധിക്കാനേ പറ്റില്ല. പറഞ്ഞ പോലെ അവിടുന്ന് ഇതാക്കും. പിന്നെ നമ്മള് വേണമെങ്കിൽ ആ ഫ്രണ്ടിലിരിക്കുന്ന ഉരുളിയിലേക്ക് കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു സമയം തരും. അപ്പൊ അതാണ് ഭഗവാനെ കാണുമ്പോൾ ഉള്ള നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള്. അപ്പം അങ്ങനെ നമ്മൾ ശ്രീരാമചന്ദ്രനെ കുറിച്ച് അടുത്ത് വായിക്കുകയാണ്. എവിടെ വരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്? പാരിജാതൻ ടീച്ചറ്, നമ്മൾ വായിക്കുന്നത് ശ്ലോകം അയോധ്യാകാന്ഡം തീരാറായി. എനിക്ക് തോന്നുന്നത് 2920 ശ്ലോകം വരെ നമ്മൾ വായിച്ചു കഴിഞ്ഞു അല്ലേ? സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയെ ഭരതാംഗ്രികൾ കൂപ്പിനാൻ
ശത്രുഘ്നം അതിഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിയിടിനാൻ. ഇല്ലേ സുമാജി? ലക്ഷ്മണൻ താനും അവണ്ണം വണങ്ങിനാൻ ലക്ഷ്മി സമയായ ലക്ഷ്മണൻ താനും അവണ്ണം വണങ്ങിനാൻ ലക്ഷ്മി സമയായ ജാനകി ദേവിയും. ഭരതാൻ ടീച്ചറെ 2930 ശ്ലോകം വരെ വായിച്ചു അധ്യാത്മരാമായണം. ഞങ്ങളുടെ നമ്പേഴ്സ് ഇല്ല, എന്റെ നമ്പേഴ്സ് ഇല്ല. ഓക്കെ. അപ്പം അതായത് ഭരതസരാഘവ സംവാദത്തിന്റെ ഒരു ഷീറ്റ് മുമ്പ്. അതെ അതെ അതെ. ഘനശ്യാം ഹരേ കൃഷ്ണ. ഓക്കെ, വായിച്ചു തുടങ്ങാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചു. ഗാഢമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢ ഖേദം തുടിച്ചിടിനാർ കണ്ണുനീർ തത്ര സമാഗതം ദൃഷ്ടാ ഗുരുവരം ഭക്ത്യാ വസിഷ്ഠം സാഷ്ടാംഗമമ്മാറുടൻ നത്വാ രഘുത്തമനാശു ചൊല്ലിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലീ നിജ മാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തൊന്നു ചൊന്നതെന്നോടു ചൊല്ലിടുവാനെന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ തദോന്തമാശു കേൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമ രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാനറിക നീ ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശുലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണമുച്ചൈർ വിലപിച്ചതേറ്റവും ലക്ഷ്മണനോടു ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വിട്ടു കരഞ്ഞു തുടങ്ങിനാർ ഹാതാതമാം പാരിത്യജ്യ വിധിവശാലേതുരു ദിക്കിനു പോയതയ്യോ ഭവാൻ ഹാഹാഹതോ ഹമാനാഥോസ്മി മാമിനി സ്നേഹേന ലാലിപ്പതാരനു വാസനം ദേഹമേനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കിനിയില്ല ജീവിക്കയാൽ സീതയും സൗമിത്രി താനുമവന്നമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ തദ്ദശായം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരമുദക ക്രിയയും ചെയ്താർ പിണ്ടം മധു സഹിതോങ്കുസ്ഫല പിണ്യാക നിർമ്മിതാനം കൊണ്ടുവച്ചിതു യാതൊരന്നം താൻ ഭുജിക്കുന്നതു മധു സാദരം നൽകാ പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി ഖേദേന പിണ്ടദാനാനന്തരം ദദാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തഥ സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാനാദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്ദിച്ചു പോനാശ്രമേ വസിച്ചിടിനാർ. ഭരത രാഘവ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൽ രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകാവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടായിടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്ക വേണം അഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയനാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു തീർക്കാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ
പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്ങളാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമനാഥ പ്രസീദമേ. മാതാവു തന്നെ ദുഷ്കൃതം താവകെ ചേതസി ചിന്തിക്കരുതു ദയാനിധേ. ഭ്രാതാവു തന്നെ പാദാംബുജം ശിരസാധ്യായ ഭക്തി പൂണ്ടിദ്ധാമുര ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്താഭ്യ രാഘവൻ ഉത്സംഗമാരോപ്യ ചിത്തമോദേനെ പുണർന്നു ചൊല്ലിടിനാൻ. മദ്വാക്യവത്രേ കേട്ടാലും കുമാരനീ യത്വയോക്തം മയാ തത്തദൈവ ശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്ന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസ പാർക്കിൽ നമുക്കിരുവർക്കുമിത്താതനയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലെ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൽ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ. ശ്രീജിതൻ ഭ്രാന്തനുൻ മുത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാസനൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്നോ ഭരതവാക്യം കേട്ടു രാഘവൻ. പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്ത പിതാ നാരീജതനെല്ലാം കാമ്യവുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതന സത്യഭയം കൊണ്ടു ചെയ്തതി ഏതുമേ ദോഷം പറയരുതോർക്ക നീ. സാധു ജനങ്ങൾ നരകത്തിലുമതി ഭീതി പൂണ്ടിടുമ സത്യത്തിൽ മനസ്സേ. എങ്കിൽ ഞാൻ വാഴ്വേന്മനെ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുകാം. സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ താനും അരുൾ ചെയ്തു. രാജ്യം നിനക്കും എനിക്കും വിപിനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ. വ്യത്യയമായനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ. കാനനത്തിന്നരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യവാത്മാത്മനി നിശ്ചയിച്ചന്തികെ. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വീലത്തു കുക്കു ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സംശയ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും. ചെന്നു കൈകേയി സുതനോടു ചൊല്ലിനാൻ. മൂഢനായിടുല കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം കൃപാത്മജ. രാമനാകുന്നതും നാരായണൻ പരൻ താമരസോദ്ഭവാനർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായതു ജാനകി ഭോഗി പ്രവരനാകുന്നതും ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയുക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ.
മന്ദരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയുക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണ പുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോക. നീ മടിയാതെ ഹരേ കൃഷ്ണ ഹരേ മന്ത്രികളോടും കൃഷ്ണ 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 ഹരേ ഹരേ. മീരാജി. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പൂക്കൂ വസിക്ക നീ. വന്നിടും അഗ്രജൻ താനു മനൂജനും ദേവിയുമീരേഴു സംവത്സരാവധൗ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു. ഭക്ത്യാ രഘൂത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹൂർനമസ്കൃത്വാ സസോദരം പാദുകാം ദേഹി രാജേന്ദ്രരാജായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ. യാവത്തവാഗമനം ദേവദേവമേ താവദേവാനാരദം ഭജിച്ചിടുവാൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘൂത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി. ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമരത്ന വിഭൂഷിത പാദുകാം ഉത്തമാംഗേ ചേർത്തു രാമ നരേന്ദ്രനെ. ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗദം. മന്വബ്ധപൂർണേ പ്രഥമദീനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ. അന്യ ദിവസമുഷസി ജ്വലിപ്പിച്ചു വഹ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻ പോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെയൊരന്തമില്ലതിന്നങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസ്സി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു. കൈകേയി താനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടു കൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പുക്കൂ രഘുവരൻ തന്നെയും ചിന്തിച്ചനോദിനം. ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യ സുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദി ഗ്രാമമൻപോടു പൂക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകം വെച്ചു സിംഹാസനേ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പവാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനീജന സേവിതനായൊരു മാനവ വീരൻ മനോഹരൻ രാഘവൻ. ജാനകിയോടും മനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂടാചലെ വാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുന്നാലിനിയുടൻ. സത്വരം ദണ്ഡകാരണ്യത്തിനായി കൊണ്ടു ബന്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ധരിത്രി സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നട കൊണ്ടാൻ വനാന്തരേ.
അത്രി തന്നാശ്രമം പുക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യ ധനോസ്മി മഹാമുനെ ശ്രീമൽപദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷദനെന്നതറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ചിതർഘ്യപാദാദികൾ കൊണ്ടുതം രാജീവലോചനം ഭ്രാതൃഭാര്യാന്യുതം. ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു ചൊല്ലെഴും എന്നുടെ പത്നിയുണ്ടത്ര കേൾ. എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമായ ധർമ്മജ്ഞാതബോധന. പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനക നൃപാത്മജേ. എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നന സൂയാപാദങ്ങൾ വണങ്ങിനാൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വരാൻ ടീച്ചർ കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ടീച്ചർ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? മീരാജ് കണ്ടിന്യൂ ചെയ്തോളൂ. ടീച്ചർ ഉണ്ടെങ്കിൽ വായിക്കാം. കണ്ടിന്യൂ ചെയ്തോളൂ. ടീച്ചറെ ടീച്ചറിന് വായിക്കാൻ പറ്റുമോ? നിങ്ങൾ വായിച്ചോളൂ. വീഡിയോയിലും വരാം. ശബ്ദം വോളിയം കുറവാ. വത്സേ വരികരികേ ജനകാത്മജേ സത്സംഗമം ജന്മ സാഫല്യമോർക്കനി. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനി പത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകുലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ മനസ്സൂയ നൽകിയിടിനാൾ. നന്നു പാതിവൃത്യമാശ്രിത രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും. ചെന്നു മഹാരാജധാനിയകം പൊക്ക നന്നായി സുഖിച്ചു സുചിരം വസിക്കനീ. ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേ ഗമിക്കെന്നയച്ചിടിനാൾ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത് തുഷ്ടി കലർന്നു തപോധനനത്രിയും. ശ്രീരാമനോടരുൾ ചെയ്തിതു ഭവാനഹോ നാരായണനായ തെന്നറിഞ്ഞേനഹം. നിന്മഹാ മായ ജഗത്തരയവാസീനാം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രൗ വസിച്ചു രഘുനാഥനും. ദേവനുമാദേവിയോടരുളി ചെയ്ത് ഏവമെന്നാൾ കിളിപ്പൈതലക്കാലമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡം സമാപ്തം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ടീച്ചറെ താങ്ക് യു. നല്ല രീതിയിൽ നല്ല ഈണത്തോടെ പാടി. ടീച്ചർ എന്നും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാമായണം വായിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഒന്നുകൂടെ വായിച്ചു പഠിക്കാൻ ടീച്ചർ വന്നു കഴിഞ്ഞാൽ പറ്റും. കാര്യം ടീച്ചർ 4 വരി തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആള് അതേ ഈണത്തിൽ തുടങ്ങും. ഇല്ലേ സുമാജി? ടീച്ചറെ വീഡിയോയിൽ എന്താ കാണുന്നില്ല അല്ലേ? ഇത്രയും ഭംഗിയായി വായിച്ച ആളെ ഒന്ന് കാണാൻ ആഗ്രഹം. സുമാജിയെ കണ്ടിട്ടുണ്ടാവും. ഗൾഫ് മോഡൽ സ്കൂളിലെ ടീച്ചറായിരുന്നു. ആണോ? ഞങ്ങൾക്കറിയാം. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ.
പരിചയ ടീച്ചർ അറിയില്ല അല്ലേ? നമുക്കറിയാം. ഞങ്ങള് വർഷങ്ങളായിട്ടുള്ള നല്ല മനോഹരായി വായിച്ചു ടീച്ചർ. അപ്പൊ കാണാൻ ഒരു ആഗ്രഹം തോന്നിയിട്ട്. ഞാൻ പ്രിപ്പയർഡ് അല്ല, അടുത്ത പ്രാവശ്യം ഞാൻ അപ്പം തീർച്ചയായിട്ടും അടുത്ത ആഴ്ച വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈണത്തിൽ വായിച്ച് പഠിക്കാൻ പറ്റും. അപ്പം അതെ, ടീച്ചറെ ടീച്ചറിന്റെ copy കുട്ടികളാവും ഞങ്ങള്. ഹരേ കൃഷ്ണ. അതെ. അപ്പൊ അപ്പം കൃഷ്ണന്റെ ആഗ്രഹം അതാണെങ്കിൽ അതെ, ശ്രീരാമചന്ദ്രന്റെ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് വായിച്ചത് ഒന്ന് അയോധ്യാഖണ്ഡം യുദ്ധ്യാധ്യാത്മരാമായണീ ഉമാമഹേശ്വര സംവാദേ. അപ്പൊ ഇവിടെ മഹാദേവരും പാർവതിയും ദേവിയും തമ്മിലുള്ള സംവാദമാണ്. ഗീതാമഹാത്മ്യത്തിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും പാർവതി ദേവിയെ എടുത്ത് ഭഗവത്ഗീത മഹാത്മ്യത്തെക്കുറിച്ച്, ഭഗവാന്റെ മഹിമകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഭാഗവത മഹാത്മ്യത്തിൽ പോയി കഴിഞ്ഞാലും നമുക്കറിയാൻ പറ്റും അവിടെയും പാർവതി ദേവിയും മഹാദേവരും തമ്മിലുള്ള സംവാദം. പാർവതി ദേവി എടുത്ത മഹാദേവൻ. ഇതിനൊക്കെ ഇന്നല്ല നമുക്ക് മനസ്സിലാക്കുന്നത് ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ചരിത്രം അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകൾ വളരെ 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 ശ്രേഷ്ഠമായതുകൊണ്ടാണ് ഇത് ഏറ്റവും വൈഷ്ണവാനാം യഥാശംഭു, ഏറ്റവും വൈഷ്ണവന്മാരിൽ പരം വൈഷ്ണവൻ, ശ്രേഷ്ഠനായ വൈഷ്ണവൻ മഹാദേവരാണ്. ആ മഹാദേവര് പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ്. അത് തന്നെയാണ് നേരിട്ട് നമുക്കും ഈ രാമായണം നമുക്ക് കിട്ടിയിരിക്കുന്നത് എഴുത്തച്ഛനുണ്ട്. ഇതാണ് ഒന്ന്. പിന്നെ രണ്ട്, നമ്മള് ഭരതനും ശ്രീരാമചന്ദ്രനും തമ്മിലുള്ള ആ ഒരു സംവാദത്തിൽ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്താണെന്ന് അറിയാമോ? ഭരതനും ശ്രീരാമചന്ദ്രനും അവർ തമ്മിലുള്ള സംവാദത്തിൽ ഒരു വാക്കിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? ഒറ്റ വാക്ക്. ശ്രീരാമസ്വാമി ഭരതനും തമ്മിലുള്ള ആ സംവാദത്തിൽ ഭരതൻ ശ്രീരാമചന്ദ്രനെ വിളിക്കാൻ വരുമ്പോഴുള്ള സംഭാഷണങ്ങളാണ്. അതിൽ ഒരു വാക്കിന് ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ശ്രീമദ് മഹാഭാഗവത്തിന്റെ ആദ്യത്തെ വേദാന്ത സൂത്ര ശ്ലോകമായ ആ ശ്ലോകത്തിലും വരുന്നത് അതാണ്. ജന്മാദ്യസ്യയതോ അന്യയാ. ആ ഒരൊറ്റ ശ്ലോകത്തിൽ നിന്നാണ് പിന്നെ ഭാഗവതം മൊത്തം ഉണ്ടാകുന്നത്. ജന്മാദ്യസ്യയതോ അന്യയാ ഇതരതച്ച അർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃത യ ആദികവയേ മുഹ്യന്തി സൂയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ അത്ര സർഗോ അംശാധാംന സേന സദാ നിരസ്തഹൂകം സത്യം പരം ധീമഹി. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭാഗവധർമ്മം എന്ന് പറഞ്ഞാൽ സത്യമാണ്. ആ സത്യത്തെ കുറിച്ചാണ് ഭരതനോട് ശ്രീരാമചന്ദ്രൻ ഉപദേശിക്കുന്നത്. സത്യം എന്നൊരു വാക്കുണ്ട്. ആ സത്യത്തെ നമ്മൾ കണ്ണിക്കാൻ പാടില്ല. അവിടെയാണ് അസത്യ ഭയം എന്ന് അവിടെ പറഞ്ഞത്. ദശരഥൻ വാക്കുകൊടുത്തതാണ് ഭാര്യയ്ക്ക്. ആ സത്യം നമ്മൾ നിറവേറ്റണം. സത്യം നിറവേറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഭയത്തിന്റെ ഒരു ലാഞ്ചന അവിടെ ഉണ്ടാവും. അസത്യഭയം, അതാണ് അസത്യഭയം. ഏത് സാഹചര്യങ്ങളിലും നമ്മൾ സത്യത്തിൽ ഉയർന്നു നിൽക്കണം, സത്യത്തിൽ പിടിച്ചിരിക്കണം. സത്യം മാത്രമേ പറയാവൂ. സത്യം പറയാത്തിടത്തെല്ലാം നഷ്ടങ്ങളെ സംഭവിച്ചിട്ടുണ്ട്. അറിയാം. ആര് വരുമ്പോഴാണ് യദുസൈന്യം ഗർഭിണിയുടെ വേഷം കിട്ടിട്ട് ഏത് മുനി വരുമ്പോൾ, ദുർവാസ മഹർഷി വരുമ്പോഴാണോ സുശീം പ്രഭു? ആ മഹർഷിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഗർഭം ധരിച്ച് ആ ഒരു വേഷത്തിലിരിക്കുമ്പം പറയുമല്ലോ, ഇരുമ്പുലക്കെയാണ്, ഇരുമ്പുലക്കെ തന്നെ പ്രസവിക്കട്ടെ എന്ന് പറയല്ലോ. അവിടെ അസത്യം പറഞ്ഞു. എനിക്ക് കൂടുതൽ പെട്ടെന്ന് ഓർമ്മ, പക്ഷെ അവിടെ അസത്യമാണ് പറയുന്നത്. അപ്പം സത്യത്തിന് നിരക്കാത്തതാണ് സംഭവിച്ചത്. പിന്നെ വീണ്ടും നമ്മൾ നോക്കുമ്പം പറയിപെട്ട പന്തിരുകുലങ്ങൾ, നാരായണത്ത് അവിടെയും വരും ഇല്ലേ? അസത്യം പറയും ഇല്ലേ? ഇവിടെ എല്ലാം സത്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു
സത്യം എന്ന് പറയുന്നത് അത് അതിശ്രേഷ്ഠമായ ഒരു സബ്ജക്റ്റാണ്. അതൊരു ഘടകമാണ് ജീവിതത്തിൽ. ഏത് പ്രതിസന്ധിയിലും എങ്കിലും സത്യമേ പറയാം. ആ സത്യം പറയാൻ തോന്നണമെന്നുണ്ടെങ്കിൽ സത്യത്തിന്റെ പര്യായമായ ആ സാക്ഷാൽ നാരായണനെ ഭഗവാനെ വിളിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ശ്രീരാമചന്ദ്രൻ അത്രത്തോളം സത്യസന്ധനായിരുന്നു. അവിടെയാണ് വീണ്ടും പറഞ്ഞത്, സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ എന്നതറിഞ്ഞു മുനീന്ദ്രനും. ഏത് മുനീന്ദ്രനാണ്? അത്രി മഹർഷി. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ എന്നത്. മോക്ഷതൻ മോക്ഷപ്രദായകനാണ്, മോക്ഷം കൊടുക്കാൻ ശേഷിയുള്ളയാളാണ്. പിന്നെ വീണ്ടും അതിനു മുമ്പ് പിന്നെ വായിച്ചെന്താണ്? അപ്പം നമ്മളൊരു വിഗ്രഹം വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മുടെ വീട്ടില് ക്ഷേത്രം പോലെ ആയിരിക്കണം. നമ്മൾ ഭഗവാന്റെ വിഗ്രഹം, അല്ലെങ്കിൽ വിഗ്രഹം എന്ന് പറയുമ്പോൾ അത് ഫോട്ടോയും ആകാൻ വെക്കണം. പിന്നെ എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു കൊണ്ട് അന്തികെ സേവിച്ചു നിന്നാനിരുവരും. ദീപം, ധൂപം, പുഷ്പം, അത് നല്ല മണം വരുന്ന പുഷ്പങ്ങൾ കൊണ്ട് ഭഗവാൻ ആരതി ചെയ്യണം, ആ പാദങ്ങളിൽ സമർപ്പിക്കണം. അതുപോലെ ധൂപം കൊണ്ട് ആരതി ചെയ്യണം, പിന്നെ ദീപം കൊണ്ട് ആരതി ചെയ്യണം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഭഗവാനുമായിട്ട് നമുക്കൊരു അടുപ്പം ഉണ്ടാകും, ഭഗവാനുമായിട്ട് നമുക്കൊരു സ്നേഹബന്ധം ഉണ്ടാകും. സാധാരണഗതിയിൽ ഇപ്പം ക്ഷേത്രത്തിലൊക്കെ പോകുമ്പം അവിടുത്തെ പൂജാരി തീർത്ഥവും തരും, ചിലപ്പം തുളസിയിലയും തരും. ഈ തുളസിയില നമ്മൾ സാധാരണഗതി കാണുന്നുണ്ട്, സ്ത്രീകളുടെ കയ്യിലാണ് കൊടുക്കുന്ന ഈ പുഷ്പം കൊടുക്കുന്നെങ്കിൽ അത് നേരെ കുണിച്ച് തലയും കുടിക്കും. അങ്ങനല്ല ചെയ്യേണ്ടത്. ആദ്യം ആ പുഷ്പത്തെ നമ്മൾ സ്മെല്ല് ചെയ്യണം. കാര്യം ഭഗവാന്റെ പാദങ്ങളിൽ നിന്നും ഭഗവാന്റെ ശരീരത്തിൽ നിന്നും വരുന്ന പുഷ്പങ്ങളാണ്. അപ്പൊ ആ ഗന്ധം നമ്മൾ എടുക്കണം, ആസ്വദിക്കണം. ആസ്വദിച്ചതിന് ശേഷം അതൊരു അനുഗ്രഹമാണ്. അതിന് ശേഷമാണ് നമ്മൾ ആ പുഷ്പം തലയിൽ ചൂടേണ്ടത്. അതുപോലെ തന്നെ ചെടികളിൽ നിന്നുള്ള പുഷ്പം നമുക്കാർക്കും അധികാരമില്ല ഡയറക്റ്റ് പറിച്ചെടുത്ത് നമ്മുടെ തലയിൽ ചൂടാം. ഈ പുഷ്പങ്ങള് ഭഗവാന്റെ പാദങ്ങളിൽ പോകാനുള്ളതാണ്. ഈ പുഷ്പങ്ങള് രാധാറാണിയുടെ തലയിൽ പോകാനുള്ളതാണ്. നമ്മൾ ഓർമ്മിക്കണം, നമ്മൾ ഉപഭോക്താവാണ്, ഭോക്താവല്ല. ഭോക്താരം യജ്ഞതപസാം, ഭഗവാനാണ് ഭോക്താവ്. അതിനുശേഷം ഭഗവാന് അർപ്പിച്ച പുഷ്പം എടുത്തിട്ടാണ് നമ്മൾ തലയിൽ ചൂടേണ്ടത്. ശരിക്കുമുള്ള വിവാഹ മംഗള മുഹൂർത്തത്തിൽ പോലും നമ്മുടെ നാട്ടിൽ ഒരു പാഷനായിട്ട് മാറിയിരിക്കുകയാണ് തുളസിമാല എന്ന് പറഞ്ഞാൽ. പാഷനാണ്, അങ്ങനല്ല ചെയ്യേണ്ടത്. തുളസിമാല ഭഗവാന് മാത്രമുള്ളതാണ്. തുളസിമാല ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഇത് ശാസ്ത്രം. തസ്മാ ശാസ്ത്രം പ്രമാണം തീ. തുളസിമാല നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ കൊടുക്കുമല്ലോ. ഭഗവാന് പൂജിച്ചതാണെങ്കിൽ നമുക്ക് എടുക്കാം. ഭഗവാന് പൂജിച്ച പുഷ്പങ്ങൾ മാത്രമേ നമ്മൾ കഴുത്തിൽ അണിയാൻ പാടുള്ളൂ. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ അധികാരത്തിൽ തുളസിമാല എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആദ്യം ഈ മാല ഭഗവാന് ചാർത്തിയതിന് ശേഷം ആ ചാർത്തിയ മാല, ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ എന്തുകൊണ്ട് മഞ്ഞപ്പട്ട് നമുക്ക് കിട്ടുന്നു? എന്തുകൊണ്ട് ഗുരുവായൂരപ്പന്റെ കോണകം നമുക്ക് കിട്ടുന്നു? വളരെ അടുത്തായിട്ടുള്ള ഭക്തന്മാർക്ക് ഗുരുവായൂരപ്പന്റെ കോണകം കിട്ടാറുണ്ട്, പിന്നെ ഗുരുവായൂരപ്പന്റെ ആ മഞ്ഞപ്പട്ട്. ഇതെന്താ ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തിരുവസ്ത്രമാണ്. സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് പറയുന്നത് ഹോളി ക്ലോത്ത്. ആ തിരുവസ്ത്രം, ഭഗവാൻ ഉടുത്തിരിക്കുന്ന തിരുവസ്ത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതിനെ നമ്മൾ യോഗ്യരായിട്ടുള്ളത്. അപ്പം മംഗളകരമായ വിവാഹം പോലും ഭഗവാൻ അർപ്പിച്ച ആ മാലയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇന്നിപ്പം ഹോട്ടലിലും തിയേറ്ററിലും ഒക്കെ കല്യാണം നടത്തുമ്പോൾ അത് എത്രത്തോളം പവിത്രമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എത്രത്തോളം കാർമ്മികത്വം വഹിച്ചിട്ട് എത്രത്തോളം ദേവസാന്നിധ്യത്തിലാണ് ഈ കല്യാണമൊക്കെ നടക്കുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആഫ്റ്റർ എഫക്ട് ഇതൊക്കെ വരുന്നത്. ദൈവചൈതന്യം ഇല്ലാതെ എന്ത് നടന്നു കഴിഞ്ഞാലും അത് അമംഗളകമായിട്ട് മാറും. ഇതാണ് നമ്മൾ ഒന്ന് ആലോചിക്കുക. ഇതിൽ നിന്ന് മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ പറഞ്ഞ് വേറെ വരുന്നത്, ഇതെല്ലാം
കർമ്മത്തിന്റെ പാതയിലൂടെ പോവുകയാണ്. ഇപ്പൊ ഹിന്ദിയിൽ ഒരു ചൊല്ല് വരും, ഹിന്ദിയിൽ പറയുന്നത് ഹാലി ഹാത്ത് ആയേഹേ ഹാലി ഹാത്ത് ജായേഹേ. വെറും കൈയോടാണ് വരുന്നത്, വെറും കൈയോടാണ് പോകുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ വെറും കൈയോടെ അല്ല വരുന്നത്. നമ്മൾ വരുന്നത് ഭാണ്ഡക്കെട്ടുമായിട്ടാണ്, വലിയൊരു ബാഗേജുമായിട്ടാണ് വരുന്നത്. ഇപ്പം സുശിംബ്രു ഇപ്പം അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നത് സ്മിത മാതാജി, മീരാജി അക്കൗണ്ട്സ് ആണോ കൈകാര്യം ചെയ്യുന്നത്? സ്മിത മാതാജിയൊക്കെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യും. അതിനകത്ത് രണ്ട് ഒരു 2 മാറ്റേഴ്സ് ഉണ്ട് അതിനകത്ത് വരുന്നത്. ഇത് ഈ കണക്കെടുപ്പ് ഈ വർഷമൊക്കെ വരുമ്പോഴത്തേന് അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് തുടങ്ങുമ്പം വരുന്നത് ക്യാരി ഫോർവേഡ് ആൻഡ് ബ്രോഡ് ഫോർവേഡ്. ഒന്നും സീറോയിൽ നിന്ന് തുടങ്ങുന്നില്ല, എല്ലാം ബാക്കി വച്ചിരിക്കുന്നതിൽ നിന്നാണ് പോകുന്നത്. ക്യാരി ഫോർവേഡ് ആൻഡ് ബ്രോഡ് ഫോർവേഡ്. ഇപ്പം നമ്മൾ വെറും കൈയോടെ അല്ല വരുന്നത്, വെറും കൈയോടെ അല്ല പോകുന്നത്, വലിയൊരു ഭാണ്ഡക്കെട്ടുമായിട്ടാണ് പോകുന്നത്. ബാക്കി വച്ചിരിക്കുന്നത് എന്താണോ ആർജിച്ചത്, നല്ലതാണോ ചീത്തയാണോ, അതും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് വരുമ്പോൾ ആ ദശരഥന്റെ ആ കാലപ്പിഴ കൊണ്ട്, അതായത് കർമ്മഫലം കൊണ്ട് ബാക്കി അതായത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് രാമായണം തുടങ്ങുന്നത് ദശരഥയിലൂടെയാണെന്ന് ഞാൻ പറയുന്നത്. മറ്റ് പല അർത്ഥങ്ങളും ഉണ്ട്, ഇതിനെക്കാട്ടും ശ്രേഷ്ഠമായ അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഞാൻ കണക്കിലെടുത്തിരിക്കുന്നത് രാമായണം തുടങ്ങുന്നത് ദശരഥന്റെ കർമ്മഫലത്തിലൂടെയാണ്. ഹരേ കൃഷ്ണ. സുശീം പ്രഭു, ഹരേ കൃഷ്ണ. മാതാജി എത്തിയോ? പ്രഭു, ഹരേ കൃഷ്ണ. സുശീം പ്രഭു എന്ത് പറയാനുണ്ട്? ഹരേ കൃഷ്ണ പ്രഭു. അല്ല പ്രഭു പറഞ്ഞത് ബാഗേജുമായിട്ട് വരുന്നു, ബാഗേജ് കൂട്ടാം കുറയ്ക്കാം തിരിച്ചു പോവാം. ബാഗേജ് തീർക്കണം എന്നാണ് ഉദ്ദേശം. അത് നടക്കുന്നെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ വീണ്ടും ബ്രോഡ് ഫോർവേഡ് ക്യാരി ഫോർവേഡ് ഒക്കെ വരും. അത് ബാഗേജ് തീർക്കാൻ നോക്കുകയാണ്. തീർത്താൽ മാത്രം മോക്ഷം. തീർച്ചയായിട്ടും. പിന്നെ വരക്കലുമില്ല. അതെ, അതിനാണ് ഇവിടെ അത്രി മഹർഷി തിരിച്ചറിയുന്നുണ്ട്. അതെ, അത്രി മഹർഷി തിരിച്ചു പറയുന്നുണ്ട്, മോക്ഷദായകൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ. നമുക്ക് പിന്നെ എന്തിനാണ് നമ്മൾ സംശയിക്കുന്നത് എന്നുള്ളതാണ്. രാമായണത്തില് വിശദമായിട്ട് നാരായണനെ കുറിച്ച്, സാക്ഷാത് നാരായണനെ കുറിച്ച് പറയുന്നു, ഭാഗവതത്തിൽ സാക്ഷാത് നാരായണനെ കുറിച്ച് പറയുന്നു, ഭഗവത്ഗീതയില് സാക്ഷാത് നാരായണനെ കുറിച്ച് പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും സംശയങ്ങൾ വരുന്നത് ഒട്ടും നമുക്ക് മനസ്സിലാവും. കാര്യം അതിന്റെ വാക്കുകൾ വരിക്കുള്ളിലോട്ട് നമ്മൾ പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ്. അതിന് കാര്യം മറ്റൊന്നുമല്ല, നമുക്ക് അത് നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ തെറ്റേ അല്ല. കാര്യം നമുക്ക് അതിൻ്റെതായ അർത്ഥത്തിൽ പറഞ്ഞു തരാൻ ഒരു ഗുരുവില്ലാതായി. അതാണ്, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കാൻ നമുക്ക് എന്തെല്ലാം വളരെ ഒരു ഇൻട്രസ്റ്റോടു കൂടിയാണ് രാമായണം വായിക്കാൻ തോന്നുന്നത്. വളരെ സന്തോഷമാണ് ഓരോ വരി വായിക്കുമ്പോഴും വീണ്ടും വീണ്ടും വായിക്കും. ഇപ്പൊ വായിച്ചു നിർത്തിയപ്പോൾ എനിക്ക് വായിച്ചു നിർത്താൻ തോന്നിയില്ല. കാര്യം അത്രയും ഈണത്തോടു കൂടി ഇന്ന് ടീച്ചർ വായിച്ചു. അതൊരു രാമായണം വായിക്കാൻ ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ എല്ലാവരുടെയും വീട്ടില് എന്ത് നല്ല കാര്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം മലയാള മാസം 1-ാം തീയതിയെങ്കിലും ഭാഗവതവും രാമായണവും വായിക്കുന്നു. ശരിയല്ലേ? ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ഒന്നും പറയാനില്ല പ്രഭു, ഞാൻ അങ്ങനെ ഇപ്പോഴും ഓഫീസിന്റെ മൂഡിൽ തന്നെ ഇരിക്കുകയാണ്. ഹരേ കൃഷ്ണ. അത് പറഞ്ഞു വന്നൊന്നല്ല, മാതാജി അക്കൗണ്ട്സ് ആണ് കൈകാര്യം ചെയ്യുന്നവൻ പറഞ്ഞതാണ്. അതിനകത്ത് ഞാന് ഒരു ഹിന്ദിയിൽ ഒരു ചൊല്ല് പറഞ്ഞ ഹാലി ഹാസ്യ ആയെങ്കെ ഹാലി ഹാസ്യ ജായെങ്കെ, റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലെന്ന് പറഞ്ഞതാണ്. അതെ, അപ്പൊ ഒന്ന് പറഞ്ഞതാണ്. നമ്മൾക്ക് ബാഗേജ് ഒരുപാടുണ്ട്, ബാഗേജും കൊണ്ടാണ് വരിക, ബാഗേജും കൊണ്ടാണ് പോവുക. കറക്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തിട്ടില്ല.
അപ്പൊ ഇന്ന് വളരെ മനോഹരമായിട്ട് ഇന്ന് നമ്മൾ അയോധ്യാകാന്ഡം ഉമാമഹേശ്വര സംവാദം, പാർവതീദേവിയും മഹാദേവരും തമ്മിലുള്ള സംഭാഷണം അതേപോലെ നമ്മൾ കേട്ടു. ഇനി അടുത്തത് നമ്മൾ 13ാമത്തെ ഭാഗമല്ലേ വരുന്നത്. 13ാമത്തെ ഭാഗത്തിലോട്ട് കടക്കുമ്പോൾ നമ്മൾ ദണ്ഡക വനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീരാമചന്ദ്രനും സീതാദേവി ലക്ഷ്മണ സഹോദരനും ദണ്ഡക വനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആരണ്യകാന്ഡം അവിടെ വെച്ച് സംഭവബഹുലമായ കഥകളാണ് പിന്നെ വരുന്നത്. അപ്പൊ നമുക്ക് അത് അടുത്ത ആഴ്ച നോക്കാം. ഘനശ്യാം, ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ, ഘനശ്യാം ഉണ്ടോ അവിടെ? പ്രഭു എന്താ എപ്പോഴും ഘനശ്യാമിനെ മാത്രം അന്വേഷിക്കണേ? മാതാജി എന്താ അന്വേഷിക്കാത്ത? മാതാജി ചോദിക്കാമല്ലോ, മാതാജിമാരെ പറ്റി ചോദിക്കാമല്ലോ. ഹരേ കൃഷ്ണ. എപ്പോ ഘനശ്യാം പറഞ്ഞോണ്ടിരിക്കണം. ആദ്യം ഹരേ കൃഷ്ണ. തവ കഥാമൃതം, ഭഗവാന്റെ ആ അമൃതം, കഥാമൃതം, അതാണ് നമ്മൾ രാമായണം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഭഗവാന്റെ ആ കഥകൾ അമൃതാണ് നമുക്ക്. തവ കഥാമൃതം തത്വജീവനം. പിന്നതാ സ്മിതവാദി പറഞ്ഞ കവി കൽമഷാപകം. നമ്മുടെ പാപങ്ങളെല്ലാം പോവുകയാണ്, നമ്മുടെ പ്രയാസങ്ങൾ മൊത്തവും പോവുകയാണ് ഇത് വായിക്കുന്നത്. അപ്പൊ രാമായണം വായിക്കുമ്പം ചിലര് പറയാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്, രാമായണം വായിക്കുന്നവർക്ക് നിങ്ങള് രാമായണം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്ത് കിട്ടുമെന്നുള്ള അതിനു വേണ്ടിയിട്ടൊന്നുമല്ല രാമായണം വായിക്കുന്നത് എന്ന് ചിലര് പറഞ്ഞു തരുന്ന കേൾക്കാം. അല്ല, രാമായണം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പോകുമെന്നുള്ളത് ഉറപ്പാണ്. അത് അത്രയും ഭക്തിയോടെ മന്മനാഭവമത്തോ മദ്യാജീമാം നമസ്കുരു ഭഗവത്ഗീതയെ പറയുന്നതാണ്. എന്നെ ഉപാസിക്കുക. അതാണ് ആ ഉപാസന അവിടെ വരണം. രാമായണം വായിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചിട്ട് ആ രൂപം നമ്മുടെ ഹൃദയത്തിൽ ആവാഹിച്ചെടുത്തിട്ട് നമ്മൾ ഉപാസിക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ആവാഹനം വരുമ്പോൾ നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ആ ഭഗവാനെ ഇരുത്തും. ആ വിഗ്രഹത്തിൽ അർച്ചവിഗ്രഹമായി അങ്ങോട്ട് മാറും. വിഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ വിഗ്രഹവും എന്ന് പറയുന്ന അതായത് അല്ലെങ്കിൽ ഫോട്ടോ, ഇതിന് രണ്ടിനെയും വിഗ്രഹം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ ശരിയാവണ്ണം ദർശിക്കും, നമ്മൾ ശരിയാവണ്ണം സേവ ചെയ്യും, പുഷ്പങ്ങൾ അർപ്പിക്കും, ധൂപങ്ങൾ കൊണ്ട് ആരതി ചെയ്യും, ദീപങ്ങൾ കൊണ്ട് ആരതി ചെയ്യും. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭഗവാനുമായിട്ടൊരു അടുപ്പം വരും. അതുകൊണ്ടാണ് പറയുന്നത് രാമായണം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറും. നമുക്ക് മനസ്സിനൊരു കുളിർമ കിട്ടും, സന്തോഷം കിട്ടും. എത്ര ടെൻഷൻ ഉണ്ടായിക്കോട്ടെ, എത്ര ഇത് കലുഷിതമായിക്കോട്ടെ, നമ്മൾ ആ ഒരു റൗണ്ട് ജപിക്കുക, അല്ലെങ്കിൽ ഭാഗവത്തിന്റെ ഒരു ശ്ലോകം നമ്മൾ വായിക്കെടുക്കുമ്പോഴത്തിന് നമുക്ക് അത്രയും സന്തോഷം, ആ സ്ട്രെസ് സ്ട്രെയിൻ റിലീഫ് നമുക്ക് കിട്ടിയിരിക്കും. ഹരേ കൃഷ്ണ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഹരേ കൃഷ്ണ. ഘനശ്യാം ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. അപ്പൊ മാതാജി അന്വേഷിച്ചെന്ന് പറഞ്ഞോളൂ. ഞാനല്ല, മാതാജി വീഡിയോയില് വരാൻ പറയാ. അതാ പറഞ്ഞത്. ഘനശ്യാമ, അമ്മ വീഡിയോയിൽ വരാനാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ. പ്രഭുവിന് താല്പര്യമില്ല. പ്രഭു നമുക്ക് വേണ്ടി പറയണ പോലെ പറയാ. ഘനശ്യാമനൊക്കെ മാതാവിനെ അന്വേഷിച്ചോളൂ പറയാൻ വേണ്ടി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഇതിൽ എനിക്കൊരു ബന്ധമില്ലാത്ത പോലെ സുശി പ്രഭു കുഴപ്പമില്ല, കേട്ടു. ഭക്ഷണം കഴിക്കാം. അപ്പം അതാണ് അടുത്ത ആഴ്ച എന്തെങ്കിലും ഉണ്ടാവും അല്ലേ? സ്മിത മാതാജി പറഞ്ഞാൽ മതി. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം നമ്മള് സ്നിഗ്ധ ഇടയ്ക്ക് വന്നു പോയല്ലോ, ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് കുറച്ച് പേരാണെങ്കിലും നമ്മളത് ആത്മാർത്ഥമായിട്ടാണ് ഇരിക്കുന്നത് ഭഗവാനെ കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ അല്ലെങ്കിലും രാമായണം വായിക്കാറുണ്ട് അല്ലേ? അതുപോലൊരു അത് സൂമിൽ നമ്മൾ ഇരുന്ന് സൂമിൽ വായിക്കുന്നു, അത്രയും ഗുണം, അത്രയേ ഉള്ളൂ.
ഞാനത് പെട്ടെന്ന് കണ്ടത്. ആ. അപ്പൊ പിന്നെ പെട്ടെന്ന് ഓൺ ചെയ്തു. ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ എനിക്ക് തോന്നുന്നു 7:25 ആയപ്പോഴും കണ്ടാണ് മെസ്സേജ് ഇട്ടത് അല്ലേ? അതെ. ഞാൻ ചെതലൊന്ന് കയറണം. സന്തോഷം. എവറി വീക്കാണോ? എല്ലാ ബുധനാഴ്ചയും കൃത്യം 1 മണിക്കൂർ 7:30 to 8:30 ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് ടീച്ചറിനെ വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മള് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. സുമാജി, ഹരേ കൃഷ്ണ. എനിക്ക് സുശീം പ്രഭുവിനെ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ 5 അല്ലേ? 5 കണ്ടാ, ശ്രദ്ധിച്ചില്ലേ? 5 അല്ലേന്ന്. ഇതാണ് ഈ കൊച്ചുമക്കളുണ്ടെങ്കിൽ അല്ലേ, കൊച്ചുമക്കളെ നോക്കണം. സ്നിഗ്ധ അവിടെ ഉണ്ട് അല്ലേ? നമ്മൾ പറയുന്നതിന് മുമ്പിട്ട് ഗൂഗിളിലൂടെ കൗണ്ട് ചെയ്ത് 4 ആക്കിയിട്ടില്ല. പിന്നെ എന്താ വിട്ടുപോയെന്ന് മനസ്സിലായില്ല. പപ്പടം കാച്ചുകൊണ്ടിരിക്കുക, അത് ഓർത്തിട്ട് വന്ന് വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം സ്മൃതമായി എന്ന് വായിച്ചുള്ളൂ. 4 വരി വന്നിട്ട് ഒന്നും വായിക്കാതിരിക്കണ്ട. ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്ര തസ്യ നാമാനി യാനി കർമാഭി ഏകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ ഹരേ. 5 4 3 2 1 2 കഴിഞ്ഞിട്ട് പോവുക. 0 അല്ല 2 1 0 dim